നമ്മൾ ഇന്ന് പ്രചാരത്തിലുള്ള സെബസ്ത്യാനോസിന്റെ ചിത്രങ്ങളിലും രൂപങ്ങളിലും ഒക്കെ സെബസ്ത്യാനോസ് ഒട്ടുമിക്കടത്തും നിൽക്കുന്ന നിപ്പ് എങ്ങനെയാ? ഒരു കൈ തലയ്ക്ക് പുറകിലും മറു കൈ ഉടലിന്റെ പുറകിലും വെച്ച് നെഞ്ചും വിരിച്ചൊരു നിൽപ്പങ്ങോട്ട് സെബസ്ത്യാനോസ് നിൽക്കും. ആ നിൽപ്പിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ നിൽപ്പിന്റെ അർത്ഥം എന്താ? ഇനിയും എത്ര അമ്പുകൾ നീ എൻ്റെ നെഞ്ചത്തോട്ട് എയ്തു വിട്ടാലും എൻ്റെ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന് ഞാൻ അണുവിട ചലിക്കില്ലെന്ന് പറഞ്ഞുള്ള തൻ്റെ ഇടത്തിന്റെ നിൽപ്പാണത്. അങ്ങനെ ഒരു നിൽപ്പാണ് സെബസ്ത്യാനോസ് പഠിപ്പിക്കുന്നൊരു പാഠം. ഇനിയും എത്ര അമ്പുകൾ എന്നെ നെഞ്ചത്തോട്ട് എയ്തു വിട്ടാലും ഞാൻ അനങ്ങില്ല. തൻ്റെ ഇടത്തോടെ നെഞ്ചും വിരിച്ച് കൂനിപ്പോകാതെ നിൽക്കുന്നൊരു നിപ്പുണ്ട്. ഈ കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്ന വെല്ലുവിളി, അങ്ങനെ നിൽക്കാൻ തൻ്റെ ഇടമുള്ള വിശ്വാസമുണ്ടോ? എല്ലാം സുഖകരമെന്ന് പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലാൻ എളുപ്പമാണെന്നേ. എല്ലാം സുഖകരമെന്ന് പോകുമ്പോൾ ഇനി അങ്ങനെ ഒരു കാലമല്ല നമുക്ക് വരാൻ പോകുന്നത്. വി ഷുഡ് ബി പ്രിപ്പയർഡ്. എന്താ നടക്കാൻ പോകുന്നത്? വിശ്വാസത്തിന്റെ പേരിൽ നീ ആക്രമിക്കപ്പെടുന്ന കാലം വരാൻ പോവുകയാണ്. കഴിഞ്ഞ 2000 വർഷമായി കേരള സഭ അത്തരത്തിലൊന്നിലൂടെ കടന്നു പോയിട്ടില്ല. കടന്നുപോയ ഒത്തിരി ദുരനുഭവങ്ങളുണ്ട്. പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടേണ്ടി വന്നിട്ടില്ല. വിശ്വാസിയുടെ രക്തം വീഴേണ്ടി വന്നിട്ടില്ല. പക്ഷേ വിശ്വാസത്തിന്റെ പേരിൽ നിനക്കെതിരെ ഭീഷണികൾ മുഴങ്ങുന്ന കാലം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ നീ എത്ര ഭീഷണിപ്പെടുത്തിയാലും, എൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയാൻ ആവശ്യപ്പെട്ടാലും, എൻ്റെ കർത്താവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അണുവിട ചലിക്കില്ലെന്ന് പറയുന്ന തൻ്റെ ഇടമുള്ള വിശ്വാസത്തെ ഏറ്റുപറയാനുള്ള കാലമായി ഈ കാലഘട്ടം ധ്യാനിക്കണം. സെബസ്ത്യാനോസിന്റെ തൻ്റെ ഇടത്തെ അത് ആവശ്യമാണ്. ഇത്രയും കാലം നമ്മൾ പുണ്യമെന്ന് പറഞ്ഞ് ചെയ്തത് ഇനി നമ്മുടെ മേൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന കാലം വരുന്നു. വിശ്വാസത്തിനെതിരെ കാറ്റ് വീശുന്ന ഒരു കാലത്ത്, വിശ്വാസത്തിനെതിരെ ശക്തികളും പ്രത്യയശാസ്ത്രങ്ങളും ശക്തിപ്പെടുന്ന ഒരു കാലത്ത്, സത്യവിശ്വാസത്തെ സദൃഢം ഏറ്റുപറയാനുള്ള ആർജവത്വമുള്ളൊരു തലമുറയെ രൂപപ്പെടുത്താൻ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥ്യം തേടുന്ന നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിയണേ. അത് സെബസ്ത്യാനോസ് പഠിപ്പിക്കുന്ന പാഠം. തൻ്റെ ഇടമുള്ളൊരു വിശ്വാസം ഏതു ചെറുകാറ്റിലും ഉലഞ്ഞു പോകുന്ന വിശ്വാസമല്ല. ഒരു രോഗം വരുമ്പോ, ഒരു സാമ്പത്തിക ഇടിവ് വരുമ്പോ ദൈവത്തെ തള്ളിപ്പറയുന്നവരുടെ ഗണത്തിലല്ല ചേരേണ്ടത്. എത്ര കൊടുങ്കാറ്റ് വീശിയടിച്ചാലും ഞാൻ ചലിക്കില്ല, എൻ്റെ പാറയും അഭയസ്ഥാനവും എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ്, അവൻ എൻ്റെ അഭയശിലയാണെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന ഒരു ആർജവത്വമുള്ള വിശ്വാസത്തിന്റെ നല്ല പാഠം സെബസ്ത്യാനോസിൽ നിന്ന് പഠിച്ചെടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.